യെസ്, ഇത് റാപ്പറോൺ ബാൽക്കണി എൽ ഷേപ്പ് ബാൽക്കണി, നമുക്ക് എങ്ങനെ വേണമെങ്കിലും വിളിക്കാം വരുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ വെസ്റ്റിബ്യൂൾ ഏരിയ എന്ന് പറയുന്നത്. ഇത് പ്യൂർലി നമ്മളുടെ പ്രൈവറ്റ് സ്പേസ് ആയിരിക്കും. നമുക്ക് കൊറിഡോർ ആണ്. ഇത് കൊറിഡോർ നമുക്ക് ഈ വോൾ ടൈൽസും കാര്യങ്ങളും എല്ലാം സെയിം തന്നെ ആയിരിക്കും. അതേപോലെ തന്നെ ഈ വിൻഡോ റിമെയിൻ സെയിം തന്നെ ആയിരിക്കും. ഈ ടൈൽ സൈസ് 4x6x4 ആണ്. നമ്മളുടെ സൂപ്പർ ബിൽഡപ്പ് ഏരിയയിൽ ആഡഡ് ആണ്. ഇതേപോലെ തന്നെ സെയിം റെപ്ലിക്ക. ഞാനിപ്പോ ഈ നിൽക്കുന്ന ഇവിടം വരെയാണ് കൊറിഡോർ ഉള്ളത്. ഇത് കോമൺ ഏരിയ ആണ്. ഇതുപോലെ തന്നെ ഓപ്പോസിറ്റിൽ ഇതേ സെയിം കൊറിഡോർ ആഫ്റ്റർ ദ വെസ്റ്റിബ്യൂൾ ഏരിയ. അതാണ് ഞാൻ പറഞ്ഞ 30 അടിയോളം ഗ്യാപ്പ് വരുന്നുണ്ട് വൺ ഹൗസ് ടു നെക്സ്റ്റ് ഹൗസ്. അതേപോലെ തന്നെ വെസ്റ്റിബ്യൂൾ ഏരിയയിൽ തന്നെ നമുക്ക് ഇവിടെ സെപ്പറേറ്റ് വിൻഡോ ഉണ്ട് വെന്റിലേഷന് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ്, സോഫ, ഷൂ റാക്ക്, സൈക്കിൾ എന്ത് വേണമെങ്കിലും നമുക്ക് നമ്മളുടെ സെൽഫായിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം. സോ പ്യൂർലി നമ്മുടെ പ്രൈവറ്റ് സ്പേസ് ആണ്. പക്ഷെ നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. അത് ബിൽഡറിന്റെ സൈഡിൽ നിന്ന് പെർമിഷൻ ഇല്ല. അതിന് കോംപ്രമൈസ് ചെയ്യാൻ അതെ ഫുൾ സ്പേസ് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഹൈറ്റ് 8 feet ആണ് വരുന്നത്. 3.5 feet വിഡ്ത്തും വരുന്നുണ്ട്. ഫിംഗർ പ്രിന്റ്, അതേപോലെ തന്നെ നമ്പർ, പാസ്വേഡ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 6x4 ടൈൽസ് ആണ്. ഈ ടൈലും കാര്യങ്ങളും എല്ലാം സെയിം ആണ് വരുന്നത്. ഇത് 4 BHK ആണ്. 2583 square feet. 4 BHK വിത്ത് 4 ടോയ്ലറ്റ് ആണ് വരുന്നത്. നമ്മളുടെ ഇതിൽ ഫസ്റ്റ് ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ആണ് വരുന്നത്. 12x11 ആണ് സൈസ് വരുന്നത്. സോ ഇതാണ് ഫോയർ സ്പേസ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ വീടിനകത്തോട്ടുള്ള പ്രൈവസി പുറത്തൊരാൾ നിന്ന് കഴിഞ്ഞാൽ പോലും വീടിനകത്ത് എന്താണ് എന്നുള്ളൊരു കോൺസെപ്റ്റ് നമുക്ക് ആർക്കും കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ ഗസ്റ്റ് ബെഡ്റൂം എന്നുള്ള കോൺസെപ്റ്റ്, ഫസ്റ്റ് ബെഡ്റൂം 4 BHK ഇത് ഗസ്റ്റ് ബെഡ്റൂം എന്നുള്ള കോൺസെപ്റ്റ് ആണ്. സോ അതും നമ്മളുടെ ലിവിംഗ് ഏരിയ ആയിട്ട് വീടുമായിട്ട് കണക്റ്റഡ് ആയിട്ടല്ല നിൽക്കുന്നത്. സോ അതും ഒരു പ്രൈവസി ഫാക്റ്റ് ആണ്. സോ ലിവിംഗ് ഏരിയ 26 feet by 13x7 ആണ് വരുന്നത്. എല്ലാ ഡിസൈൻസും ഈവൻ 2 BHK ആണെങ്കിലും 3 BHK ആണെങ്കിലും 4 BHK ആണെങ്കിലും എല്ലാം ഇതേ ഡിസൈൻ തന്നെ ആയിരിക്കും. ഇതിപ്പോ 4 BHK ലിവിംഗ് ഏരിയ വരുന്നത് 26 feet. ബിഗർ ഡയമെൻഷൻ 3000 square feet 4 BHK വരുമ്പോൾ അത് 30 feet മാറും. നേരെ 3 BHK വരുമ്പോൾ അത് 24 feet മാറും. 2 BHK വരുമ്പോൾ അത് 20 feet മാറും. അങ്ങനെ നമുക്ക് ലേ ഔട്ട് സെയിം തന്നെയാണ്. സ്ക്വയർ ഫീറ്റിന്റെ കുറവ് വരുന്നത് നമ്മുടെ ഈ ഫീറ്റ് അടിയുടെ വ്യത്യാസം മാറുമ്പോഴാണ്. 2 feet 3 feet വ്യത്യാസം. ഈ സാമ്പിൾ തന്നെയാണ്, ഇത് തന്നെയാണ് സംഭവം. അതെ 2 feet ഡിഫറൻസ് ഉണ്ട് 3 BHK വരുമ്പോൾ ലിവിംഗ് ഏരിയ ആയിട്ട്. സോ കിച്ചണിൽ നമുക്ക് കിച്ചൺ ഡ്രൈ ഏരിയ, വെറ്റ് ഏരിയ എന്ന് പറഞ്ഞിട്ട് രണ്ടായിട്ടാണ് വന്നേക്കുന്നത്. ഇത് phase 1 ഡിസൈൻ ആണ് ആക്ച്വലി. അപ്പോൾ കിച്ചൺ യൂട്ടിലിറ്റി പ്ലസ് ലോണ്ടറി സ്പേസും നമുക്കൊരു സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. കമ്മിങ് ടു phase 2 ഓൺവേർഡ്സ് നമുക്ക് യൂട്ടിലിറ്റി ആൻഡ് കിച്ചൺ യൂട്ടിലിറ്റി മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അത് പാരലൽ കിച്ചൺ ആയിരിക്കും വരുന്നത്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. സോ മാസ്റ്റർ ബെഡ്റൂം വിത്ത് വോക്ക് ഇൻ വാർഡ്രോബ് ആണ് വരുന്നത്. സോ നമ്മളുടെ 4 BHK ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് ബാൽക്കണിയിലേക്ക് ആക്സസ് ഉണ്ടാവും. ഡൈനിങ് റൂമിന്റെ ബാക്ക് സൈഡിൽ നിന്ന് ആക്സസ് ഉണ്ടാവും. ഡൈനിങ് റൂം ആൻഡ് ലിവിംഗ് റൂമിന്റെ ഫ്രണ്ടിൽ നിന്നും ആക്സസ് ഉണ്ടാവും. സോ ബാൽക്കണിയാണ് നമ്മളുടെ മെയിൻ ഹൈലൈറ്റ്. സോ അത് എല്ലായിടത്തും മാസ്റ്റർ ബെഡ്റൂം മുതൽ ലിവിംഗ് ഏരിയ, ഡൈനിങ് ഏരിയ എല്ലായിടത്തും നമുക്ക് ആക്സസ് ഉണ്ടാവും. യെസ്, ഇത് റാപ്പറോൺ ബാൽക്കണി എൽ ഷേപ്പ് ബാൽക്കണി, നമുക്ക് എങ്ങനെ വേണമെങ്കിലും വിളിക്കാം. സോ ഡൈനിങ്ങിന്റെ മാസ്റ്റർ അതെ. സോ എല്ലാ ഡോർസും എല്ലാ ടഫൻഡ് ഗ്ലാസ് ആണ് വരുന്നത്. നമ്പർ 1 ബ്രാൻഡ് ഫിനിസ്റ്റന്റെ ബ്രാൻഡാണ് വരുന്നത്. അതേപോലെ തന്നെ സൗണ്ട് പ്രൂഫ് ആണ്, ടഫൻ ഗ്ലാസ് ആണ് വരുന്നത്. ആൻഡ് വുഡൻ ടെക്സ്ചർ ടൈൽ ആണ് വരുന്നത്. വുഡൻ ടൈൽ അല്ല നമുക്ക് സിക്യൂരിറ്റി വരുന്നത്, വുഡൻ ടെക്സ്ചർ ആണ് ബാൽക്കണിയിൽ വരുന്നത്. ഇപ്പൊ നമ്മൾ 2 ബെഡ്റൂം കണ്ടു. ഫസ്റ്റ് ഗസ്റ്റ് ബെഡ്റൂം, ദെൻ മാസ്റ്റർ ബെഡ്റൂം. സോ എപ്പോഴും നമ്മുടെ എല്ലാ കോൺഫിഗറേഷന്റെയും മാസ്റ്റർ ബെഡ്റൂം എപ്പോഴും വേറൊരു കോർണറിലായിരിക്കും വരുന്നത്. അത് ബാക്കിയുള്ള ബെഡ്റൂമായിട്ട് കണക്റ്റഡ് ആയിരിക്കില്ല. ഇത് തേർഡ് ബെഡ്റൂം. സോ ഇത് അറ്റാച്ച്ഡ് അല്ല, ഇതിന് കോമൺ വാഷ്റൂം ആണുള്ളത്. സോ ഓൾ ദ ഫിറ്റിംഗ്സ് വിൽ ബി അമേരിക്കൻ സ്റ്റാൻഡേർഡ് ആൻഡ് ഡ്യൂറാവിറ്റ് only. സോ ഇത് ഫോർത്ത് ബെഡ്റൂം, അറ്റാച്ച്ഡ് ആണ്. ഫോർ ബെഡ് 40. പക്ഷെ നമ്മുടെ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിരിക്കില്ല, കോമൺ ടോയ്ലറ്റ് ആയിരിക്കും. 3 ബെഡ് ആണെന്നുണ്ടെങ്കിൽ 2 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിരിക്കും, ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിരിക്കില്ല.
ഈ ബെഡ്റൂം ഉണ്ടാവില്ല 3 ബെഡ്റൂം ആകുമ്പോൾ. നമുക്ക് 3.5 എന്ന് പറഞ്ഞിട്ടൊരു കോൺഫിഗറേഷൻ ഉണ്ട്. 3.5 എന്ന് പറഞ്ഞൊരു കോൺഫിഗറേഷൻ ഉണ്ടാകുമ്പോൾ ഈ ബെഡ്റൂം ഉണ്ടാവും. പക്ഷേ 4 BHK ഈ ബെഡ്റൂമിന്റെ സൈസ് ഇപ്പോൾ 12/11 ആണ്. 3.5 BHK എന്ന് പറയുമ്പോൾ അതൊരു പ്യൂർലി ഒരു ഓഫീസ് സ്പേസ് ആയി 9/8 ആവും. 9/8 സൈസ് ബട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും. സെയിം ഏരിയ 24 ഫീറ്റ് ആയിരിക്കും. 2 ഫീറ്റ് കുറയും. ആ റൂമിന്റെ സൈസ് അത് 3.5-ന്. നമുക്കിപ്പോൾ 3 BHK ആണെന്നുണ്ടെങ്കിൽ അവിടെ ക്ലോസ്ഡ് ആയിരിക്കും, അവിടെ വോൾ ആയിരിക്കും. ബാക്കിയുള്ള എല്ലാം സെയിം 3 ബെഡ്റൂം ഇതേപോലെ സെയിം ലേഔട്ട് തന്നെ, ഡിഫറൻസ് ഉണ്ടാവും. ബാൽക്കണി നമുക്ക് കോർണർ സൈഡിലുള്ള 3 BHK ഇതേപോലെ ബാൽക്കണി ഉണ്ടാവും. നമ്മൾ ഡയറക്റ്റ് കമ്മ്യൂണിറ്റീസിനെ ഫേസ് ചെയ്യുന്നുള്ള ഇടയ്ക്കുള്ള അപ്പാർട്ട്മെന്റ് ആണെന്നുണ്ടെങ്കിൽ റണ്ണിങ് ബാൽക്കണി ആയിരിക്കും, സ്ട്രേറ്റ് ബാൽക്കണി. ആ ലിവിംഗ് ഏരിയന്റെ അവിടെ തൊട്ട് മുതൽ നമ്മുടെ എൻഡിങ് വരെയുള്ള ബാൽക്കണി. 4 ബെഡിന്റെ ബിഗർ ഡയമെൻഷൻ 4 ബെഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലിവിംഗ് ഏരിയ ഇപ്പോൾ 26 ഫീറ്റ് ആയിട്ടുള്ളത് 30 ഫീറ്റ് ആയിട്ട് വരും. സെർവൻറ്റ് റൂം എക്സ്ട്രാ ഉണ്ടാവും. അതിന്റെ കോസ്റ്റ് വരുന്നത് അപ്രോക്സിമേറ്റ്ലി 4 crore 14 lakhs to 4 crore 33 lakhs വരുന്നുണ്ട്. സോ അതേപോലെ തന്നെ 4 BHK 2583 സ്ക്വയർ ഫീറ്റ് വരുമ്പോൾ 3.6 to 3.70 റേഞ്ച് ഫ്ലോർ റൈസ്. 3.5 അല്ല, 4 BHK വരുന്നത്. 3.5 നമുക്ക് ഫേസ് 1-ൽ മാത്രമേ അവൈലബിൾ ഉള്ളൂ. അതെനിക്ക് തോന്നുന്നു 4 യൂണിറ്റ് മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ടാകത്തുള്ളൂ. അത് വരുമ്പോൾ നമുക്കൊരു 2.7 to 2.75 റേഞ്ചിൽ വരും. 2080 സ്ക്വയർ ഫീറ്റ് ആണ് 3.5 BHK വരുന്നത്. അഡ്വാൻറ്റേജ് നമുക്ക് ഓഫീസ് സ്പേസ് എക്സ്പെക്ട് ചെയ്യുന്ന ക്ലയൻസിനാണ് ഏറ്റവും കൂടുതൽ. അവർക്ക് പ്യൂർലി വർക്ക് ഫ്രം ഹോം, അവർക്ക് ഒരു ഓഫീസ് സ്പേസ് ആയിട്ട് തന്നെ റിക്വയർമെന്റ് ആണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ആയിരിക്കും. പിന്നെ 3 ബെഡ് വരുമ്പോൾ നമുക്ക് 2.37 ഉണ്ട്, 2.65 ഉണ്ട്, അതേപോലെ തന്നെ 2 crore 5 lakhs ഉണ്ട്. 4 ഡയമെൻഷൻ വരുന്നുണ്ടല്ലോ നമുക്ക്. പിന്നെ നമുക്ക് 2 ആണുള്ളത്. 1.72 അവൈലബിലിറ്റി കുറവാണ്. പിന്നെ ഉള്ളത് നമുക്ക് 2.5 നമുക്ക് കോൺഫിഗറേഷൻ ഇല്ല ഫേസ് 2-ൽ.